ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിലടിപ്പിച്ച് പട്ടിണിയിലും ദാരിദ്ര്യത്തിലും അകപ്പെട്ട ജനങ്ങളുടെ രോഷത്തിന്റെ ഗതി തിരിച്ചുവിടാനാണ് രാജ്യത്തെ ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. ജാതിക്കും മതത്തിനും വർഗത്തിനുമെല്ലാം അതീതമായി എല്ലാവരും നേരിടുന്ന പ്രധാന പ്രശ്നം ദാരിദ്ര്യവും പട്ടിണിയും തൊഴിലില്ലായ്മയുമാണെന്നും സ്പീക്കർ പറഞ്ഞു. അമ്പലപ്പുഴ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിലടിപ്പിച്ച് പട്ടിണിയിലും ദാരിദ്ര്യത്തിലും അകപ്പെട്ട ജനങ്ങളുടെ രോഷം ഗതി തിരിച്ചുവിടാനാണ് രാജ്യത്തെ ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന അമ്പലപ്പുഴ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായി, യുവജന സംഘടനാ പ്രവർത്തകനായി ആ കാലം തൊട്ട് തന്നെ വ്യക്തിപരമായ അടുപ്പവും സ്നേഹമുള്ളതാണ്. ഇപ്പം കേരള നിയമസഭയിൽ ഭരണപക്ഷ ബെഞ്ചിലെ ഏറ്റവും പ്രഗത്ഭനായ നിയമസഭാ സമാജിയിൽ ഒരാളാണ് സഖാവ്. നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിച്ച് പ്രസംഗിക്കുകയും പ്രതിപക്ഷ നേതൃനിരയെ നല്ല രീതിയിൽ കടന്നാക്രമിക്കുകയും അതേസമയം അവരുമായി വളരെയധികം സ്നേഹബന്ധവും സൂക്ഷിക്കുന്ന ഒരു സാമാജികൻ എങ്ങനെയായിരിക്കണം, തൻ്റെ രാഷ്ട്രീയ പക്ഷം ശക്തമായി പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിഷയങ്ങൾ നിയമസഭയ്ക്കകത്ത് ശക്തമായി അവതരിപ്പിക്കാൻ സാധിക്കണം. നമ്മുടെ സ്വന്തമായൊരു ഉത്സവം സംഘടിപ്പിക്കാൻ ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മണ്ഡലത്തിലെ നവകേരള സദസ്സ് നടത്തിയ ഈ വേദിയിൽ ആ വേദി പുനഃക്രമീകരിച്ചുകൊണ്ട് ഏതാണ്ട് 75ഓളം വരുന്ന സ്റ്റാളുകളും വിവിധ കലാപരിപാടികളും സെമിനാറുകളും ഒക്കെയായി നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ജാതിക്കും മതത്തിനും വർഗത്തിനുമെല്ലാം അതീതമായി എല്ലാവരും നേരിടുന്ന പ്രധാന പ്രശ്നം ദാരിദ്ര്യവും പട്ടിണിയും തൊഴിലില്ലായ്മയുമാണ്. അത് പരിഹരിക്കാനാണ് രാജ്യത്തെ ഭരണകൂടം ശ്രമിക്കേണ്ടത്. നവകേരള സദസ്സിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചെറുകഥാ മത്സരത്തിലെ വിജയികളുടെ 25 കഥകൾ കോർത്തിണക്കി പ്രസിദ്ധീകരിച്ച പുസ്തകം എച്ച് സലാം MLA നൽകി സ്പീക്കർ പ്രകാശനം ചെയ്തു. മിഴാവ് എന്ന് പേരിട്ട ചെറുകഥാ സമാഹാരമാണ് പ്രകാശനം ചെയ്തത്. എച്ച് സലാം MLA ചടങ്ങിൽ അധ്യക്ഷനായി. ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള സ്റ്റാളുകളുടെ ഉദ്ഘാടനവും സ്പീക്കർ നിർവഹിച്ചു. CDNet ന്യൂസ്, ഹരിപ്പാട്.